ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സുനുവിൻ്റെ ശതംപേരിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കണം. റീസെൻ്റ്ലി ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് മറ്റ് പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ജീവിതത്തിലെ പല അപ്പ് ആൻഡ് ഡൗൺസ് ഗതിവിഗതികൾ സംഭവിക്കുമല്ലോ. നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അതെല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എപ്പോഴും ഈ വീഡിയോയുടെ പിന്നാലെ പോകുവാനോ യാത്രകൾ ചെയ്യുവാനോ വീഡിയോ എടുക്കുവാനോ ആൾക്കാരെ കാണുവാനോ ഒന്നും ചിലപ്പോൾ എപ്പോഴും സാധിച്ചു എന്ന് വരികയില്ല. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്കതിന് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന ഞാനുമായിട്ട് സംവദിക്കുന്ന ആളുകളുടെ ചില എണ്ണം ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പോരായ്മയായിട്ട് കണക്കാക്കാതെ നമ്മളുടെ പരിമിതികൾ, ഇപ്പോൾ എൻ്റെ പരിമിതികൾ എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എത്രമാത്രം വിഷമങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഏതൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ കുഴപ്പമില്ല. അതിനെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പല തരത്തിലുള്ള ആളുകളെയാണ്. വലിയ വലിയ വിഷമത്തിൻ്റെ വലിയ തീച്ചൂളയിൽ കഴിയുന്ന ആളുകളെ ഞാൻ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്, അറിയാറുണ്ട്, പരിചയപ്പെടാറുണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി വരുമ്പോഴേക്കും നമ്മുടെ വിഷയങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടാണ് എനിക്കെപ്പോഴും കാണുക. നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഒരു കാര്യമുള്ളത്, നമ്മളുടെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരുടെ വലിയ നമുക്ക് ചെറിയൊരു തീനാളമായിരിക്കാം, പക്ഷേ വലിയൊരു അഗ്നികുണ്ഡം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന അഗ്നികുണ്ഡമായിരിക്കുകയില്ല നമ്മുടെ മുന്നിൽ. നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് ഈ ചെറിയ തീനാളം മാത്രമായിരിക്കും. അപ്പോൾ അതാണ് എല്ലാവരുടെയും കാര്യങ്ങൾ. അപ്പോൾ സാധാരണക്കാരനായ ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില യാത്രകളൊക്കെ കുറയ്ക്കേണ്ടി വന്നതുകൊണ്ടും യാത്രകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായതുകൊണ്ടും അതിനേക്കാൾ ഉപരിയായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ട്രാവൽ സുനുവിൻ്റെ സത്യത്തിലുള്ള യാത്രയിൽ ഇടയ്ക്ക് ചില ഗ്യാപ്പുകൾ വരികയും ആ ഗ്യാപ്പ് എൻ്റെ ചാനലിനെ വളരെ സാരമായിട്ട് ബാധിച്ചു എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയാണ്, ചാനൽ വീണ്ടും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുകയും ചെയ്യണം. അത് എന്ത് തന്നെയാണെങ്കിലും അതിന് ഒരു ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുത്തിട്ട് നമ്മളുടെ ചാനലിനൊരു പരിഗണന കൊടുത്തിട്ട് അത്തരത്തിൽ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായിരുന്നു, എനിക്ക് ഈ ചാനൽ തുടങ്ങാനുള്ള എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കുറേ നമ്മുടെ ചുറ്റുപാടുകളിലും എൻ്റെ ചുറ്റിനും എനിക്ക് ധാരാളം അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. വളരെയേറെ വിഷമത്തോടു കൂടിയാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, വീട്ടിൽ നിന്ന് മക്കളും അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ കൊച്ചുമക്കളോ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നടതള്ളുകയോ ചെയ്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ വൃദ്ധസദനങ്ങൾ നമ്മുടെ നാടുകളിൽ കൂടുപോലെ എല്ലാ പഞ്ചായത്തിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ വാർഡ് തോറും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ അത് ചിലർക്കൊക്കെ ഒരു ആശ്വാസമാണ് എങ്കിൽ കൂടിയും അതിന് നെഗറ്റീവിസമായിട്ട് നമുക്ക് മറ്റ് പലതും ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ വൃദ്ധസദനത്തിൽ കഴിയുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കുമൊക്കെ എത്രമാത്രം ജീവിതത്തിൽ സുരക്ഷയാണ് അവർക്കുള്ളത്. 60 കഴിഞ്ഞതും 70 കഴിഞ്ഞതും 75 കഴിഞ്ഞതുമായിട്ടുള്ള അമ്മമാരെയൊക്കെ വൃദ്ധസദനത്തിൽ ചെന്ന് ചേർന്നതിന് ശേഷം അവരെ അവിടെ ഇട്ട് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഗതിയുമില്ലാത്ത, കാരണം ഇവരുടെയൊക്കെ കാഴ്ചപ്പാടില്ല, ഇവർ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ മുതലെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അവരെ വലിച്ചിഴച്ചു കഴിഞ്ഞാൽ ആരും സംസാരിക്കാൻ വരില്ല അല്ലെങ്കിൽ ആരും പ്രതികരിക്കാൻ വരില്ല എന്നുള്ള ചില മനോഭാവം ഉള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും ഇത്തരത്തിൽ സംസാരിക്കുകയും ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് നടിക്കുവാനാകുകയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ടി വിയിലും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. കൊല്ലം ജില്ലയിൽ അത്തരത്തിലുള്ളൊരു സംഭവം നടന്ന സംഗതി നിങ്ങളൊക്കെ ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, മൃതപ്രായരായിട്ടുള്ള രോഗാതുരരായിട്ടുള്ള ഒരു ഇതുമില്ലാതെയായിട്ടാണ് ഈ അമ്മമാരൊക്കെ എവിടേക്ക് പോകുന്നത്. ഈ പുതിയ ആശ്രയങ്ങൾ തേടി പുതിയ ഓരോ കാര്യങ്ങൾ തേടി ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗാന്ധിഭവനും സ്നേഹഭവനും പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ എല്ലാവർക്കും അറിയാം. അതുപോലുള്ള വിരലെണ്ണാവുന്ന ചില പ്രസ്ഥാനങ്ങൾ മാത്രമാണ് വളരെ നന്നായിട്ട് പോവുകയും ആൾക്കാരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുകയും
നിസ്തുലമായ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഹൃദയം തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആത്മാവിൽ തൊട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അമ്മമാരെ നോക്കുന്നിടത്തോളം, അന്നം കൊടുക്കുകയും അമ്മമാരെ നോക്കുകയും ചെയ്യുന്നിടത്തോളം പുണ്യം ലോകത്ത് മറ്റ് യാതൊന്നിനുമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ ശീലിച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ വസ്തുതകൾ. വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് ഉള്ള ഒരു എൻട്രിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അത് സ്വർഗം ലഭിച്ചതിന് തുല്യമാണ് എന്ന് പറയാറുണ്ട്. ദാനധർമ്മം ചെയ്യുവാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും തന്നെ മുതിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പ്രതീക്ഷാലയങ്ങളിലും അഭയഭവനിലും ശരണാലയങ്ങളിലും സ്നേഹഭവനുകളിലൊക്കെ ഞാൻ പോയപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും നമ്മൾ വീട്ടിലെ വലിയ പരിതസ്ഥിതിയിൽ നിന്ന് ഒറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കിട്ടാതെ ഇരിക്കില്ല, മരുന്ന് കിട്ടാതെ ഇരിക്കില്ല, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ചില അമ്മമാരുടെയും അച്ഛൻ്റെമാരുടെയും കയ്യിൽ നിന്നൊക്കെ എല്ലാം തട്ടിയെടുത്തതിന് ശേഷം ഒന്നുമില്ല അവരുടെ കയ്യിൽ നിന്ന്. പിന്നെ നിഷ്കരണം അവരെ അങ്ങ് വഴിയിലേക്ക് ഉപേക്ഷിക്കുകയാണ്. അമ്പലത്തിൽ പോകാം അമ്മയെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ നടയിൽ അമ്മയോട് ഇരിക്കുക, ഞാൻ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു മകനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അതേക്കാലൊക്കെ വളരെയേറെ ഹൃദയം തകർക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി എനിക്കുണ്ടായിരുന്നു. കാരണം ഒരമ്മേനെ ഒരാൾ കായൽ കാണിക്കാം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് വൈക്കം ബോട്ടിയുടെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പിന്നെ ദേവകിയമ്മ എന്നാണ് അമ്മയുടെ പേര്, അമ്മ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ മകൻ പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. കുറേ കഴിഞ്ഞിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടും മകൻ വരുന്നില്ല. അമ്മ വല്ലാത്ത വിഷമത്തിലായി. മകൻ എവിടെ പോയി എന്നറിയില്ല. അമ്മ മുണ്ടക്കയംകാരിയാണ്. മുണ്ടക്കയംകാരിയായ ദേവകി അമ്മേനെ മകനും പിന്നെ മരുമകളും കൂടിയാണ് കൊണ്ടുവന്നത്. വൈക്കത്തേക്ക് കൊണ്ടുവന്നിട്ട് വൈക്കം ജെട്ടിയിലിരുത്തിയിട്ട് അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും മരുമകൾ പറഞ്ഞു, ഞാനൊരു സാധനം മേടിച്ചിട്ട് വരാമെന്ന്, നമുക്ക് ബോട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് മകൻ്റെ പിന്നാലെ മകളും പോയിട്ട് ആ ബോട്ട് ജെട്ടിയിൽ അമ്മയെ ഇരുത്തിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ എനിക്ക് വൈക്കവുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വൈക്കത്തപ്പൻ്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോഴേക്കും ഞാൻ വിചാരിക്കാറുണ്ട് ചില സമയത്ത്. കാരണം എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുജനങ്ങളും എല്ലാവരും നിരസിച്ചതായിരുന്നു എൻ്റെ ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ. എന്നിട്ട് കൂടി ഞാൻ എല്ലാത്തിനും തൃണവൽക്കരിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ട് അന്നത്തെ കാലത്ത് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് 1% ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നയാൾ, എൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ മാതാപിതാക്കൾ ഞാൻ ചെയ്ത തീരുമാനമാണ്. അവർക്ക് അല്പം അനിഷ്ടമൊക്കെ ആണെങ്കിലും മിണ്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നുവെന്ന്. എന്നിട്ട് ഞാൻ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നീട് അത് ഓർത്തിട്ട് എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും പല വിഷമഘട്ടത്തിലൂടെ അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോകുന്ന പല പ്രതിസന്ധികളിൽ കൂടി ഞാൻ കടന്നു പോവുകയുണ്ടായി. കാരണം അത്തരത്തിലുള്ള ചില ദുഃഖങ്ങൾ സമ്മാനിച്ച, എനിക്ക് വലിയ സങ്കടങ്ങൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ്. സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് എനിക്ക് വൈക്കം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് സങ്കടത്തിൻ്റെ ഒരു വലിയ കായലാണ് ഇരമ്പി വരുന്നത്. അവിടെ കടലില്ലാത്തതുകൊണ്ട് കടലെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിവേ, അപ്പോൾ അത്തരത്തിലുള്ള വൈക്കത്ത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴേക്കും അവിടെ ഞാൻ ബോട്ട് ജെട്ടിയിൽ, എനിക്ക് ചേർത്തലയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തവളക്കടവിന് പോയിട്ട് അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ഈ അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോനെ ബോട്ട് എവിടെയാണ് ഇപ്പോഴത്തെ? ഞാൻ പറഞ്ഞു, ബോട്ട് പോയല്ലോ അമ്മയെ, എന്താണ് അമ്മ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോന് ടിക്കറ്റ് എടുക്കാൻ പോയതാണ്, കുറേ നേരമായി, അരമണിക്കൂറായി പോയിട്ടെന്ന് പറഞ്ഞു. മരുമകളും ഉണ്ടായിരുന്നു. മകനും മരുമകളും കൂടെ പോയിട്ട് വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ അവിടെ സങ്കടകരമായ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടി വിഷമത്തോട് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇനി ഇവർ അമ്മയെ പറ്റിച്ചിട്ട് ഇരുത്തിയിട്ട് പോയതാണോ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേനും ബോട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് ജങ്കാറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന്, നമ്മൾ എന്ത് പറഞ്ഞാണ് അങ്ങനെ നോക്കുമ്പോഴത്തേന് ആളെ പോയി നോക്കുന്നത്. അമ്മ ഭയങ്കരമായിട്ട് എന്നോട് ഒരു മോനൊന്ന് കൊച്ചു പോയി നോക്കാവോ ഇന്നപോലെ എന്നൊക്കെ പറയും. അപ്പം അവരിട്ടിരുന്ന ഷർട്ടിൻ്റെ കളറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അതുമായിട്ട് നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോയി തിരിച്ച് വന്നപ്പോഴേക്കും അമ്മയെ അവിടെ കണ്ടില്ല. അമ്മന് ബോട്ടിൽ കയറി പോയോ വേറെ എവിടേക്ക് പോയോ എന്ന് എനിക്കറിയില്ല. ഇത്രമാത്രം അറിയാം, അവർ പിന്നെ മുണ്ടക്കയം ആ പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അമ്മമാരെ പല സ്ഥലങ്ങളിലും വഴിവെക്കലും അമ്പലനടയിലും പള്ളിനടയിലും പിന്നെ കായൽ തീരത്തും കടൽ തീരത്തും ഒക്കെ ആക്കിയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ധാരാളം മക്കളെ നമുക്ക് ഇന്നത്തെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. അവർക്ക് ഹൃദയം തകർന്ന ഹൃദയം നൊന്ത് ഇനി ആ അമ്മ അവിടെ നിന്ന് എവിടേക്കാണ്, അമ്മയ്ക്ക് മനസ്സിലായി കാണുമായിരിക്കാം ഒരുപക്ഷെ.
തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ മരുമകൾ അവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എവിടേക്കോ പോയതാണ്. ചിലപ്പോൾ അങ്ങനത്തെ തരത്തിലായിരിക്കും. അല്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് നേരെ ഇനി അമ്പലത്തിലേക്ക് പോയോ, അല്ലെങ്കിൽ അടുത്ത ബോട്ടിൽ കയറി പോയോ, അപ്പുറത്തേക്ക് ബസ് സ്റ്റാൻഡിൽ കയറി ബസ്സിൽ കയറി പോയോ. നമ്മളൊക്കെ ജീവിതത്തിൽ പല സമയത്തും പല രീതിയിലും പല ഭാവത്തിലും പല സ്ഥലത്തേക്കൊക്കെ പോകുന്ന ജീവിതത്തിൻ്റെ അത്രമാത്രമുള്ള തിരക്കുകളിൽ കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പം ഞാൻ നിങ്ങളെ പറയുമ്പോഴേക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് അവരെ അത്തരത്തിൽ ചെയ്യാമായിരുന്നില്ലേ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ, ശരണാലയത്തിൽ കൊണ്ട് വിടാമായിരുന്നില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഈ ചോദിക്കുന്ന ആൾക്കാരുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ യാത്രാമധ്യേ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജീവിതത്തിലുള്ള ഘട്ടങ്ങളിൽ നിങ്ങളിങ്ങനെ ആരെങ്കിലും കാണുകയാണ്, പരിചയപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഇത്തരത്തിൽ ഉടൻ തന്നെ അവരെ കയ്യിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാറുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ അവരെ ഒരു ശരണാലയത്തിൽ കൊണ്ടാക്കാറുണ്ടോ നിങ്ങൾ? അവരെ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാറുണ്ടോ? അത്തരത്തിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്നെ വിമർശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് വളരെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനത് ശിരസാവഹിക്കുകയും ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന ആളുകളെ 99.9% അവരെ തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവർക്ക് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ആഗ്രഹം ഒന്ന് പ്രകടിപ്പിക്കുകയോ അതൊന്ന് എക്സ്പ്രസ് ചെയ്യുകയോ ചെയ്യാത്ത ആളുകളാണ് ഇത്തരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുകയും ഇത്തരത്തിലുള്ള വലിയ വലിയ കുറ്റപ്പെടുത്തലുകൾ ചെയ്യുകയും ചെയ്യുന്ന ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഞാനിപ്പോൾ ട്രെയിനിലെ കാര്യമാണെങ്കിലും യാത്ര ചെയ്യുന്ന കാര്യമാണെങ്കിലും അമ്മമാരുടെ കാര്യമാണെങ്കിലും ശരണാലയത്തെ കാര്യമാണെങ്കിലും അഭിമാനിലെ കാര്യമാണെങ്കിലും ഇതൊക്കെ ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് പറയുമ്പോഴേക്കും താനൊരു ഭയങ്കര ദുഷ്ടനാണ്, തനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അവരെ അവിടെ കൊണ്ടാക്കാമായിരുന്നു, ഇവിടെ കൊണ്ടാക്കാമായിരുന്നു, അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാമായിരുന്നു, ഇങ്ങനെ പറയാനും വെറുതെ ഡയലോഗ് അടിച്ചു വിടാനും അത് ടൈപ്പ് ചെയ്യാനുമൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. അത് പ്രായോഗിക തലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ആൾക്കാരിൽ 100-90% ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുകയോ ഈ രീതിയിലേക്ക് ഇടപെടുകയോ ചെയ്യാതിരിക്കുന്നത്. അങ്ങനെ ഇടപെടാനുള്ള, അങ്ങനെ മാനസിക സന്നദ്ധത കാണിക്കുന്ന ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറയുമ്പോഴേക്കും നമുക്ക് അതിനകത്തൊരു മേന്മയുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പണ്ട് സിലിഗുരിയിൽ പോയപ്പോഴേക്കും അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു അമ്മയും കുഞ്ഞിനും അവിടെ ആട്ടിപ്പായച്ച കഥ പറയുകയുണ്ടായി. അപ്പോൾ അവരൊരു കുഞ്ഞിന് ഐസ്ക്രീം മേടിക്കാനായിട്ട് കടയിലേക്ക് കയറിയതാണ്. അപ്പോൾ അവർ ശരണാർത്ഥികളായതുകൊണ്ട്, അഗതികളായതുകൊണ്ട് ആ AC റെസ്റ്റോറൻറ്റിലേക്ക് അവരെ കയറ്റുകയുണ്ടായിരുന്നില്ല. അവിടുത്തെ പറാവുകാരൻ അവരെ അക്ഷരാർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കമൻറ്റുകൾ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വന്നിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ചെയ്തത് എന്താണ്, ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമൊന്നും ആൾക്കാർ അത് കേൾക്കാനുള്ള, അത് ചോദിക്കാനുള്ള ക്ഷമ പോലും ആൾക്കാർ കാണിക്കാറില്ല. ഞാൻ അവരെ ശരിക്കും അവിടെ പറഞ്ഞ പോലീസിനോട് പറയുകയും റെയിൽവേ സ്റ്റേഷനോട് പറയുകയും സിലിഗുരിയിൽ തന്നെയുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്ക് അവരെ ആക്കാനുള്ള സകല സംവിധാനങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ പശ്ചിമ ബംഗാളിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്, നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനും പല ആവശ്യങ്ങൾക്കും, ജോലിയുടെ ആവശ്യങ്ങൾക്കും, കുടുംബത്തിലെ ആവശ്യങ്ങളായിട്ടും, എൻ്റെ പല വ്യക്തിപരമായ ആവശ്യങ്ങളായിട്ടും, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട്, പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരിക്കും. ഒരാളെ കാണാൻ 12 മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ വലിയ എഴുത്തുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ MLA കാണാൻ പോകുന്ന, മന്ത്രിയെ കാണാൻ പോകുന്ന അവസ്ഥയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു സമയം ക്ലിപ്തതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓടി വന്ന് വീണ്ടും അവരെ ആ സ്ഥലത്താക്കുക, ഈ സ്ഥലത്താക്കുക, അതൊന്നും ചിലപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അവരെ എന്നാലും എന്തെങ്കിലും കൊടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു 500 രൂപയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടല്ല, ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരാറുള്ളത്. ഇതൊന്നും ആരും മനസ്സിലാക്കാതെ എന്നെ വെറുതെ കുറ്റപ്പെടുത്തി, എന്നെ ചെളിവാരി എറിഞ്ഞ്, എന്നെ തെറി പറഞ്ഞ്, എന്നെ വിമർശിച്ച് അതിനകത്തല്ല കാര്യം. മനസ്സിൻ്റെ നന്മയുള്ള ഒരാളാണ് എങ്കിൽ, അല്പമെങ്കിലും ഒരു പ്രകാശം മനസ്സിലുള്ള ആളാണെങ്കിലും സഹജീവികളോട് ഞാൻ തീർച്ചയായിട്ടും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. പലപ്പോഴും പല കാര്യങ്ങളും വരുമ്പോൾ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ കൂടി, വീട്ടിൽ നിന്നാണെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് പലപ്പോഴും പലരും പല രീതിയിലേക്ക് നമ്മളെ കുരിശിൽ കയറ്റുവാനോ നമ്മളെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ അവരാണ് ശരി അല്ലെങ്കിൽ ഇവരാണ് ശരി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും. നമ്മൾ ചിലപ്പോൾ എന്താണ്, നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അക്ഷരാർത്ഥത്തിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ വളരെയേറെ നിശബ്ദമായിട്ട് എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ അത്തരത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ആരെങ്കിലും ബോധിപ്പിക്കുവാനായിട്ടോ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് വലിയ വലിയ ഘോരഘോരം പ്രസംഗിക്കുവാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയും എനിക്ക് നൽകുന്ന ആത്മീയമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സുഖവും ആ ഒരു പ്രവണതയുമാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അതും ഒരർത്ഥത്തിൽ സ്വാർത്ഥത തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ, ചെറിയ കരുണ കാണിക്കുമ്പോൾ, സഹജീവികളോട് ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഉള്ളിൽ നമുക്കതിൽ നിന്ന് ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതും ഒരർത്ഥത്തിലൊരു റിവാർഡ് തന്നെയാണ്. അത്തരത്തിലുള്ള റിവാർഡ് മാത്രമാണ് ഞാൻ ഇച്ഛിക്കുകയും അത്തരത്തിലുള്ള റിവാർഡ് മാത്രമാണ് നമ്മൾ മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള അമ്മമാരെ കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലും ആക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ പിന്നീട് അടുത്ത എന്താണ് ശരണാലയത്തിലേക്ക് പോവുക എന്നുള്ളതാണ്, അഗതി മന്ദിരങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ എത്ര അമ്മമാരാണ് അല്ലെങ്കിൽ എത്ര അച്ഛന്മാരാണ് അഗതി മന്ദിരങ്ങളിൽ സുഖമായിട്ട് മനസംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി അവർ കഴിയുന്നു. ഒരിക്കലും അവർക്ക് അങ്ങനെയൊക്കെ എത്രയൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അവർ ചിരിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഒപ്പമുള്ള ആളുകളുള്ളതുകൊണ്ട് അവരുടെ കൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും, അങ്ങനെ അവർ പറയാറുണ്ട് എങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ തീയായിരിക്കും, സങ്കടം മാത്രമാണ് അവർക്കുള്ളിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ദയവ് ചെയ്തിട്ട് അച്ഛനെയും അമ്മയും പ്രായമായ ആൾക്കാർ, ചെറിയ വിഷമങ്ങളുള്ളതോ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരോ, കണ്ണ് കാണാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ചെവിക്ക് പ്രശ്നം വരുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ അവരെ പരിഗണിക്കാതെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടെത്തിക്കുക അല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത്രയും നിങ്ങൾ ചെയ്യുക. ഒരു മെസ്സേജ്, എൻ്റെ ഇത് യൂട്യൂബ് ചാനലാണ്, നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ടൊരു മെസ്സേജ് ചെയ്യുകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് അവരെ കാണുകയും അവരെ വേണ്ട ഷെൽട്ടറിലേക്ക് ആരും അറിയാതെ, ലോകത്തൊരു കുഞ്ഞുങ്ങൾ പോലും അറിയാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കൊണ്ട് അവരെ വഴിയിൽ തള്ളി ഉപേക്ഷിച്ച് പോകരുത്. അവരെ കൊണ്ട് ഈ ബസ് സ്റ്റോപ്പിലും ഈ കായൽക്കരയിലോ കടൽക്കരയിലോ അമ്പലമുറ്റത്തോ അവിടെ നിന്നും കൊണ്ട് അവർ മനുഷ്യജീവികളല്ലേ. നിങ്ങൾ ഇത്രയും നാൾ പെറ്റി വളർത്തി നോക്കി നിങ്ങൾക്ക് വേണ്ട ചിലവിനും ഒക്കെ തന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്ത് എന്തൊക്കെ പ്രാരാബ്ദങ്ങളും എത്രമാത്രം ബുദ്ധിമുട്ടുകളും എന്തൊക്കെ സങ്കടങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന നിങ്ങളാക്കി മാറ്റിയത്. അതൊക്കെ നിങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ഇതിൽ വന്നിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഇനി മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വല്ലവരും കണ്ടാലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും, ട്രാവൽ സുനുവിൻ്റെ മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഉണ്ട്, എൻ്റെ പിന്നെ യൂട്യൂബ് അല്ലാതെ എൻ്റെ ഇൻസ്റ്റാ, എൻ്റെ ഫേസ്ബുക്കൊക്കെ ഉണ്ട്. അതിലെങ്കിലും കയറിയിട്ടൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്യുകയോ ചെയ്ത് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ കഴിയുന്ന സംഗതി എന്താണെങ്കിലും അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, മിക്കവാറും ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എനിക്ക് പൈസ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് ജീപേ ചെയ്ത് തരുമോ, എനിക്കൊരു 500 രൂപ വേണം, എനിക്ക് 5000 രൂപ വേണം, എനിക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിള്ളേർക്ക് അരി മേടിക്കാനാണ്, അല്ലെങ്കിൽ പിള്ളേർക്ക് കറി വെച്ച് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ഇപ്പോൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതിലുള്ള നിജസ്ഥിതിയൊന്നും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നുണയായിരിക്കാം, നമുക്കത് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് തന്നെയുമല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക. അതിനുള്ള നമുക്ക് ഒരു നേരത്തെ അന്നം കിട്ടാനായിട്ട് ഒരാളുടെ ജീപ്പ ചെയ്ത് മേടിച്ച് പൈസ കൊണ്ട് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതല്ല ഒരു മകൻ്റെ അല്ലെങ്കിൽ ഒരു മകളുടെ ധർമ്മം, അതല്ല അവരുടെ കടമ. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ എവിടെയോ ഇരിക്കുന്ന ആളെ കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ എടുത്ത് പറയുന്നില്ല, അവർക്കത് വേദനിച്ചെങ്കിൽ സത്യമാണെങ്കിലും അവർ പറയുകയാണ്, സാറേ ഇന്നപോലെ കഞ്ഞി വെച്ചിട്ടുണ്ട്, കറിയൊന്നുമില്ല സാർ, പിള്ളേർക്ക് എനിക്കൊരു കറി പാഴ്സൽ മേടിച്ച് കൊടുക്കാനാണ്. ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ എൻകറേജ് ചെയ്യില്ല. കുട്ടികൾക്ക് ഇല്ല എങ്കിൽ നമ്മുടെ വിഷമം മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു മുളക് പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ കഞ്ഞി ഉപ്പ് ഒഴിച്ചിട്ടാണ് മോനെ ഇത് കുടിക്കുക, നമ്മുടെ പരിസ്ഥിതി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞിട്ട് അത് യൂട്യൂബിലെ വഴി ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് കറി മേടിക്കാം, പാഴ്സൽ മേടിക്കാം, പോത്ത് ഫ്രൈ മേടിച്ച് കഴിക്കാൻ വേണ്ടി കൊച്ചിന് ഒരു 500 രൂപ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു കൂടപ്പുറപ്പുകൾ, ഞാൻ അങ്ങനത്തെ ആളല്ല, എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലുള്ള ആളല്ല. വലിയ ആൾക്കാർ ചിലപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരിടയ്ക്ക് ഒരാളെന്നോട് ചോദിക്കേണ്ടത്, ആൾക്കാർക്ക് എത്ര പൈസ ഈ ചലഞ്ചിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, 500, 1000, 2000 ഒക്കെ എണ്ണി എടുത്തോളാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. സാർ എന്താണ് അങ്ങനെ കൊടുക്കാതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമുക്ക് 10 രൂപ ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, അത് ഒരു പ്രൊമോഷൻ ബേസ്ഡ് ഒരു കമ്പനിയുടെ ബേസിൽ അവരെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആൾക്കാർക്ക് പോയിട്ട് 1000, 2000, 3000 ഒന്നും വിതരണം ചെയ്യുന്ന ആളല്ല ഞാൻ. പിന്നെ നമ്മുടെ ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ചില ആൾക്കാരുണ്ട്. ബോബി ചെമ്മണ്ണൂർ പല സഹായങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ. പിന്നെ അതുപോലെ ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള സഹായ ഹസ്തം യൂസഫ് അലി സാറ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇത്തരത്തിലുള്ള സംഗതി ചെയ്യുന്നുണ്ട്. സൂരജ് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമുണ്ട്. അവരൊക്കെ തിരഞ്ഞു പിടിച്ച ആൾക്കാരെ കണ്ടിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ള സഹായം കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചില സംഗതികളുണ്ടാകും. ഞാൻ ആ പാർട്ടിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പ്രായമായ അച്ഛന്മാരെയും അമ്മമാരെയും വഴിയിൽ ഉപേക്ഷിക്കാനായിട്ട്
കരുതിയിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അത്തരത്തിൽ ദയവായിട്ട് നിങ്ങൾ ചെയ്യരുത്. അവരെ നടുക്കടലിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് ഈ തരത്തിലുള്ള വലിയ മഹാപാപം നിങ്ങൾ വലിച്ചു വെക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്തരത്തിൽ ഞാൻ ബൂട്ടുകെട്ടിൽ കണ്ടതുപോലെ അമ്പലങ്ങളിൽ കാണുന്ന പോലെ ധാരാളം ആളുകൾ അവർ ഈ ശരണാലയങ്ങളിലാണെങ്കിൽ തന്നെയും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരൊക്കെ വലിയ വലിയ പൈസ കൊടുത്തിട്ടാണ് ഇതുപോലുള്ള വൃദ്ധസദനങ്ങളിൽ കൊണ്ട് അച്ഛനെയും അമ്മയൊക്കെ തള്ളിയിട്ട് ന്യൂസിലൻഡിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനുശേഷം അവർ വല്ലപ്പോഴും ഒന്ന് വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഹായ് പറയുന്നതല്ലാതെ, കാരണം അവർക്ക് ഇത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ മുന്നിൽ നിന്നിട്ട് ഒരിക്കലും അവരെക്കുറിച്ചൊരു കുറ്റം പറയുവാനോ അല്ലെങ്കിൽ അവിടുത്തെ നെഗറ്റീവ്സും വർണ്ണിക്കുവാനൊന്നും ഒരിക്കലും സാധിക്കുകയില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും അമ്മയെ അവിടെ കൊണ്ടാക്കി, അമ്മ സുഖത്തിലാണ്, സന്തോഷത്തിലാണ്, മരുന്നുകൾ കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്, അല്ലെ ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവേണ്ട. കാരണം അങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ട് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തനിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും പരിമിതികൾ ധാരാളമാണ്, അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതിന് നിങ്ങളുടെ വലിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആ സപ്പോർട്ട് എനിക്ക് വീണ്ടും നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ.